ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട പണ്ഡിത്തടം ദേശവാസികൾക്ക്, ഇവിടെയായിരിക്കുന്ന ഹിന്ദുവാലയ്ക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ ക്രിസ്ത്യവന്ദനം അറിയിക്കുകയാണ്. യേശുക്രിസ്തു ഞങ്ങളോട് പറഞ്ഞു, ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകണം. യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് അവസാനമായി പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ ഉപദേശിച്ചിട്ടുണ്ട്. സകല ജാതികളെയും ശിഷ്യരായിക്കൊള്ളുകയും. ആ ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ओ भाई लोग, यीशु मसीह परमेश्वर आपका पाप के लिए 2000 साल का पगले स्वर्ग से नीचे आ गया था. आपका पाप के लिए मर गया, क्रूस में मर गया, तीसरा दिन उठ के स्वर्ग में गया. और यीशु मसीह परमेश्वर अभी स्वर्ग में है. वो यीशु मसीह वापस आएगा एक दिन. वो आप यीशु मसीह को विश्वास करते हैं, उसको लेके जाने के लिए यीशु मसीह अभी आएगा. वो यीशु मसीह भगवान है. वो यीशु मसीह का विश्वास करे तो आपको परिवार को शांति मिलेगा. वो यीशु मसीह शांति देगा. आपका पाप का मोचन मिलेगा. आपका पाप के लिए मर गया, क्रूस में मर गया. वो तीसरे दिन उड़ के स्वर्ग में गया. वो यीशु मसीह वापस आएगा. एक बार अब हम लोग को पाप के लिए आया, हमको पाप के लिए मर गया. वो दूसरे दिन उड़ के स्वर्ग में गया और वापस आएगा. किसका लेके आने के लिए? पाप को मोचन मिलेगा तो ऐसा वाले आदमी को लेके आने के लिए यीशु मसीह वापस आएगा. और യേശു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ലോക സംഭവങ്ങളെല്ലാം വിളിച്ചറിയിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഇന്ന് നിങ്ങൾക്കറിയാം, ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധം, അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് യേശു വരും. തന്റെ ഭക്തന്മാര്, തന്റെ മക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ യേശുക്രിസ്തു വരും. യേശുക്രിസ്തു വരും. ഒരു പ്രാവശ്യം വന്നു നമ്മുടെ പാപത്തിന് വേണ്ടി, നമ്മുടെ ശാപത്തിന് വേണ്ടി, നമ്മുടെ രോഗസൗഖ്യത്തിന് വേണ്ടി 3 ആളുകളാൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു. അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്ന ദൈവമാണ്. യേശു വീണ്ടും വരും. ഇനി വരുന്നത് എന്തിനു വേണ്ടിയാണ്? ഇനി വരുന്നത് പാപത്തിന് മോചനം ലഭിച്ച ഒരു വ്യക്തിയെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് യേശു വരുന്നത്. എങ്ങനെയാണ് പാപമോചനം ലഭിക്കുന്നത്? യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച്, യേശു ഞാൻ പാപിയാണ്, എന്റെ പാപത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാഗന്റെ രക്ഷയ്ക്കായി ഏറ്റു പറയുമ്പോൾ നാം രക്ഷിക്കപ്പെടുകയാണ്. രക്ഷിക്കപ്പെട്ട ഒരാള് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ പൊങ്ങി സ്നാനമേൽക്കുമ്പോൾ നാം ക്രിസ്തുവിനോട് ശരിയാണ്, ക്രിസ്തുവിന്റെ സാക്ഷിയായി തീരുകയാണ്, ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന്റെ സാക്ഷിയായി തീരുകയാണ്. ആ യേശു ക്രിസ്തു അങ്ങനെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിച്ച് പരിശുദ്ധാത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം ക്രിസ്തുവിൽ ജനിക്കുകയാണ്. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുകയാണ്. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളണം. ആ ജീവന്റെ പുസ്തകത്തിൽ പേരൊന്നു എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗരാജ്യം ലഭിക്കത്തുള്ളൂ. ജീവപുസ്തകം
പുസ്തകത്തിൽ പേരില്ലെങ്കിൽ നിത്യനരകമാണ്. നരകത്തിന്റെ അവസ്ഥ എന്താണ്? കെടാത്ത തീ, ചാകാത്ത പുഴു, ഗന്ധം കത്തുന്ന തീപ്പൊയ്ക. ഈ ഗന്ധം കത്തുന്ന തീപ്പൊയ്കയിൽ വീഴാതിരിപ്പാൻ മുഴുവൻ തീയും ആ അവസ്ഥയിലേക്ക്, ആ ഗന്ധം കത്തുന്ന തീപ്പൊയ്കയിൽ വീഴാതിരിപ്പാൻ യേശുക്രിസ്തു നിങ്ങളെ വിളിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആശ്വാസം തരുവാൻ, സമാധാനം തരുവാൻ, നിത്യജീവൻ തരുവാൻ യേശുക്രിസ്തു നിങ്ങളെ വിളിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം.